8ാം ക്ലാസ്സിലെ ബയോളജിയുടെ 3rd ചാപ്റ്ററായ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ് വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടാണ് ഇത്. ആദ്യത്തെ 3 പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്കിന്ന് പഠിക്കാനുള്ളത് ഹൈടെക് കൃഷി രീതികളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ്. നോക്കാം. കമോൺ ഫാർമേഴ്സ് ബി ഹൈടെക്. ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഫാർമേഴ്സ് ഈസ് ഇൻ ദ ഡിസ്ട്രിക്ട് ഹാവ് ബീൻ എൻകറേജ്ഡ് ടു എൻ്റർ ഹൈടെക് ഫാമിംഗ്. ഹൈടെക് കൃഷി രീതിയിലേക്ക് കാലെടുത്തു വയ്ക്കാൻ ജില്ലയിലെ കർഷകർ. ഹാവിൻഡ് യു നോട്ടീസ്ഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അഡോപ്റ്റിംഗ് മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്? പത്രവാർത്ത നോക്ക്. അതിൽ ആധുനിക കൃഷി രീതികൾ പിന്തുടരുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? 2 തന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ, ഉൽപാദനം വർദ്ധിപ്പിക്കാം. ക്യാൻ കൺട്രോൾ വീഡ്സ് ആൻഡ് പെസ്റ്റ്, കളകളെയും കീടങ്ങളെയും നിയന്ത്രിക്കാം. പിന്നെന്താണ്? ഒന്ന് നമുക്ക് എഴുതാം. റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ് കുറയ്ക്കാം. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്രൈസിസ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ. കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് എന്തോന്ന്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. ഇൻ ദ അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് അഡ്വേഴ്സ്ലി അഫക്ട്സ് ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്സ്. പ്രവചനാതീതമായ കാലാവസ്ഥ പരമ്പരാഗത കൃഷി രീതികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ദ ടെക്നിക്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഓവർകം ദീസ് ചലഞ്ചസ് ആർ ഗെയിനിങ് കറൻസി നൗഡേയ്സ്. ഇത് മറികടക്കാൻ ഉതകുന്ന ആധുനിക കൃഷി രീതികൾ ഇന്ന് പ്രചാരം നേടുന്നുണ്ട്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്, അത് നമുക്ക് ഇന്നത്തെ കൃഷി രീതിയിൽ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന വ്യതിയാനം, അത് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്ക് അത് കൃഷിയെ ബാധിക്കും. എന്താണ്? കൃഷികളൊക്കെ നശിച്ചു പോവാം. പക്ഷേ അത് നേരിടാനുള്ള ഇപ്പോഴത്തെ കൃഷി രീതികൾ ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചില കൃഷി രീതികളെ പരിചയപ്പെടാം. നൽകിയ വിവരങ്ങൾ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് നിഗമനങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം എന്താണെന്നുള്ളത് നോക്കാം. പോളിഹൗസ് ഫാമിംഗ്. എന്താണ് പോളിഹൗസ് ഫാമിംഗ്? Polyhouse is a special kind of arrangements in which a crop field is completely or partially covered by transparent polythene sheets. നമുക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിലുള്ള കൃഷി രീതിയാണ്. പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ, പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി, പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളിഹൗസ് എന്ന് പറയുന്നത്. ആ പിക്ചർ നോക്കിയാൽ നമുക്ക് കാണാം. പോളിത്തീൻ കൊണ്ട് മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. സിൻസ് ദ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഇൻ ദ പോളിഹൗസ് ഈസ് കോൺസ്റ്റന്റ്ലി റെഗുലേറ്റഡ്, ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ബിക്കെയിം റാപ്പിഡ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പോളിഹൗസിനകത്തെന്ന് പറയുന്നത് താപനിലയും ഈർപ്പമൊക്കെ സ്ഥിരമായി ക്രമീകരിച്ചിരിക്കുന്നതിനാൽ സസ്യങ്ങളുടെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. ന്യൂട്രിയൻസ് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആർ സപ്ലൈഡ് ഓൺ പ്ലാന്റ്സ് ത്രൂ ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പോൾ എന്തോന്നാണ്? വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ച് നനയ്ക്കുകയാണ് ചെയ്യുന്നത്. പെസ്റ്റ് ഇൻഫാസ്റ്റേഷൻ will also be less because the sides of polyhouse are covered with net. പോളിഹൗസുകളുടെ വശങ്ങളിൽ വല ഉപയോഗിച്ച് മറയ്ക്കുന്നതിനാൽ കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും. Although the expense is high in the beginning, crop yield is many times greater than that of the regular field. അപ്പോൾ തുടക്കത്തിൽ അതിന് ചിലവ് കൂടുമെങ്കിലും സാധാരണ കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് വിളവ് അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ മനസ്സിലായോ എന്താണ് പോളിഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്? പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളിഹൗസ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലെ താപനിലയും ഈർപ്പവും എന്തോന്നായി സ്ഥിരമായി ക്രമീകരിച്ചിരിക്കും. സസ്യങ്ങളുടെ വളർച്ച ഇത് വേഗത്തിലാകാൻ സഹായിക്കും. പിന്നെ വെള്ളത്തിൽ പോഷകങ്ങൾ ലയിപ്പിച്ചിട്ടാണ്
കൃഷിയിടങ്ങളിലേക്ക് തളിക്കുന്നത്. പോളിഹൗസുകളുടെ വശങ്ങൾ വല കൊണ്ട് മറച്ചിരിക്കുന്നതിനാൽ കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും. ആദ്യം ചെലവേറിയതാണെങ്കിലും പിന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന സാധാരണ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് അധികം വിളവ് ഇതിൽ നിന്ന് ലഭിക്കുന്നു. ഇത്രയും മനസ്സിലായോ? അടുത്ത രണ്ടാമത്തെ രീതി, പ്രിസിഷൻ ഫാമിംഗ്. In this method of farming, the nature of soil, quantity of elements in the soil, pH value of soil, presence of water, etc. in the crop field are tested using modern technology, and appropriate crops are selected for cultivation. By covering the soil using polythene sheet, we can effectively control weeds and also limit irrigation. എന്താണ്? കൃഷിയിടങ്ങളിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് എന്തോന്ന്? പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെ നോക്കിയാണ് എടുക്കുന്നത്? ദ നാച്ചർ ഓഫ് സോയിൽ, quantity of the element of soil, pH value of soil, presence of water. എന്തൊക്കെയാണ്? മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH വാല്യൂ, ജലസാന്നിധ്യം എന്നിവ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള, അപ്പോൾ ഏത് മണ്ണാണെന്നുള്ളത് നോക്കി അതിന് അനുയോജ്യമായിട്ടുള്ള കൃഷി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്താനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയുന്നു എന്നത് ഈ രീതിയുടെ മേന്മയാണ്. അപ്പോൾ ബൈ കവറിങ് ദ സോയിൽ യൂസിങ് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുകയാണ് ചെയ്തത്. ഈ പിക്ചറിൽ കാണാൻ നമുക്ക് ചെടികളുടെ പോളിത്തീൻ വച്ച് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മഴയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒത്തിരി വെള്ളം അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് ഈ വെള്ളം കൂടി അതിൻ്റെ കൃഷി നശിക്കാൻ ഇടവരികയില്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്താനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയുന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത. We can effectively control weeds and also limit irrigation. ജലസേചനം പരിമിതപ്പെടുത്താനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയുന്നു. എന്തൊക്കെ? ജലസേചനം പരിമിതപ്പെടുത്താനും കളകളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും കഴിയുന്നതാണ് ഈ രീതിയുടെ, ഈ ഒരു പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ് ആൻഡ് ആൾസോ ലിമിറ്റ് ഇറിഗേഷൻ. എന്തൊക്കെയാണ്? എഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ് ആൻഡ് ലിമിറ്റ് ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്തത് നോക്കാം. കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ. മണ്ണില്ലാതെയും കൃഷി. നമുക്ക് മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റും? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുമോ? നമ്മൾ പറയില്ല, പറ്റൂല, മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ മനസ്സിലെങ്കിലും വിചാരിക്കും. പക്ഷേ മണ്ണില്ലാതെയും നമുക്ക് കൃഷി ചെയ്യാം. നോക്ക്, ക്യാൻ വി ഗ്രോ പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ? ഇഫ് സോ, ഈസ് ഇറ്റ് പോസിബിൾ ടു ഓവർകം ദ ക്രൈസസ് ഇൻ അഗ്രികൾച്ചറൽ ലൈക്ക് ക്ലൈമറ്റ് change in the soil texture, lack of irrigation facility, etc. Science has proved that cultivation is possible in the absence of soil. Science has proved that cultivation is possible in the absence of soil, even though there are limitations to popularize it as a method of cultivation. Aeroponics and hydroponics are examples for this. അപ്പോൾ മണ്ണ് ഇല്ലാതെ ചെടികൾ വളർത്താനാകുമോ? ആകും അല്ലേ? അങ്ങനെയെങ്കിൽ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ മാറ്റം, മണ്ണിൻ്റെ ഘടനാ വ്യത്യാസം, ജലസേചന സൗകര്യമില്ലായ്മ തുടങ്ങിയ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ചുകൂടെ? ചെയ്യാലോ അങ്ങനെ.
കൃഷിരീതി എന്ന നിലയിൽ വ്യാപിക്കുന്നതിന് പരിമിതികൾ ഏറെ ഉണ്ടെങ്കിലും മണ്ണില്ലാതെയും കൃഷി സാധ്യമാണെന്ന് ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട്. ഇതിന് ഉദാഹരണമാണ് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിക്കാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? പ്ലാന്റ്സ് ആർ ഗ്രോ ഇൻ ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻ. പ്ലാന്റ്സിനെ എവിടെയാണ്? ന്യൂട്രിയൻറ്റ് സൊല്യൂഷനിൽ വളർത്തുന്നതിനാണ് എന്തോന്ന് പറയുന്നത്? ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എയറോപോണിക്സ് എന്താണ്? പ്ലാന്റ്സ് ആർ ഗ്രോ ഇൻ സച്ച് എ വേ ദാറ്റ് their roots grow into air and nutrients are sprayed directly on the roots. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ്. നോക്കുക, 2 പിക്ചേഴ്സും തന്നിട്ടുണ്ട്. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്നുള്ളത്? അതായത് ന്യൂട്രിയൻസ് ആയിട്ടുള്ള സൊല്യൂഷനിൽ വളർത്തിയെടുക്കുന്നതാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. എയറോപോണിക്സ് എന്ന് പറയുന്നത് എന്താണ്? വേരുകൾ മണ്ണില്ലാതെ വേരുകളിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോഷകങ്ങൾ നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. അതാണ് പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ് മണ്ണില്ലാതെ കൃഷി നടത്തുന്നത്. ഏതൊക്കെ? ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ്. ഓക്കെ, ഇത്ര ക്ലിയർ ആയോ? ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ആധുനിക കൃഷിരീതികൾ സഹായകമാകുന്നതെങ്ങനെ? ഹൗ ആർ മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഹെൽപ്ഫുൾ ഇൻ റെഡ്യൂസിങ് ക്രോപ്പ് ലോസ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. How are modern agricultural practices helpful in reducing crop loss due to climate change? Answer: in arrangements like polyhouse, temperature and humidity are maintained constant. Plant grows fast and gets better yield. Polyhouse farming helps to reduce crop loss due to climatic changes. നമ്മൾ പഠിച്ചതായിരുന്നു പോളിഹൗസ് സംവിധാനം എങ്ങനെയാണെന്നുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ ആധുനിക കൃഷി രീതികൾ സഹായകമാകുന്നത് എങ്ങനെ? അതിൽ പോളിഹൗസ് ഫാമിംഗ് എങ്ങനെയാണ്? താപനിലയും ഈർപ്പവും സ്ഥിരമായി പോളിഹൗസ് പോലുള്ള സംവിധാനങ്ങളിൽ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിക്കപ്പെടുന്നു. സസ്യവളർച്ച വേഗത്തിലാക്കുകയും മികച്ച വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. പോളിഹൗസ് ഫാമിംഗ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ സഹായിക്കുന്നു. അടുത്തത്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രിസിഷൻ ഫാമിംഗ്? പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ മേന്മകൾ എന്തെല്ലാം? എന്താണ്? This is a technique in which the nature of soil in the agricultural land, quantity of elements in the soil, presence of water in the soil, etc. are studied accurately with the help of modern technology, and suitable crops are selected for cultivation. The attack of weeds also is less because the soil is covered using polythene sheet. Water supply or irrigation can be limited. എങ്ങനെയാണ്? കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിച്ചിട്ട് അതിന് അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുന്നതിനാൽ കളകളുടെ ശല്യവും ഉണ്ടാകുന്നില്ല. ജലസേചനം പരിമിതപ്പെടുത്താൻ കഴിയുന്നു. ഓക്കെ, അടുത്ത തേർഡ് ഓൺ ഹൗ ഡസ് കൾട്ടിവേഷൻ became possible without depending on soil? മണ്ണിനെ ആശ്രയിക്കാത്ത കൃഷി സാധ്യമാകുന്നത് എങ്ങനെ? നമ്മളതെല്ലാം ഇപ്പം നേരത്തെ പഠിച്ച ആ ഒരു കാര്യത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ് ആർ സോയിൽലെസ് കൾട്ടിവേഷൻ മെത്തേഡ്. ഏതൊക്കെയാണ് സോയിൽലെസ് കൾട്ടിവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്? ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ്. പ്ലാന്റ്സ് ആർ ഗ്രോ ഇൻ ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻ. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? പ്ലാന്റ്സ് ആർ ഗ്രോ ഇൻ ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻ. ന്യൂട്രിയൻറ്റ് സൊല്യൂഷനിൽ പ്ലാന്റ്സ്, ചെടികളെ പോഷക ലായനിയിൽ വളർത്തിയെടുക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. എയറോപോണിക്സ്
plants are grown in such way that their roots are grown towards air and nutrients are directly sprayed to the റൂട്ട്. അതിൻ്റെ റൂട്ട് എവിടെയാണ്? എയറിലാണ് വളരുന്നത്. അപ്പോൾ വയറുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണിനെ ആശ്രയിക്കാത്ത 2 കൃഷി രീതികൾ ഏതൊക്കെയാണ്? ഹൈഡ്രോപോണിക്സ് ആൻഡ് എയറോപോണിക്സ്. ഓക്കെ, അടുത്ത In modern agricultural practices, hybrids are used to ensure productivity. There are also arguments in support of return of traditional agricultural practices because it is beneficial to nature and humans. അപ്പോൾ ഉൽപാദന വർധനവ് ഉറപ്പുവരുത്താനായി സങ്കര ഇനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതാണ് ആധുനിക കൃഷി രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപാദന വർധനവ് ഉറപ്പുവരുത്താനായി സങ്കര ഇനങ്ങളെ വളർത്തുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഉൽപാദനം കിട്ടും. ആ രീതിയാണ് ഇപ്പോഴുള്ളത്. ആധുനിക കൃഷി രീതികൾക്ക് പല പരിമിതികളുണ്ടെന്നും പരമ്പരാഗത കൃഷി രീതിയിലേക്ക് മടങ്ങുന്നതാണ് പ്രകൃതിക്കും മനുഷ്യനും ഗുണകരമെന്ന വാദവും ഉണ്ട്. അപ്പോൾ ആധുനിക കൃഷി രീതിക്ക് പല പരിമിതികളുണ്ട്, എന്നാൽ പരമ്പരാഗത കൃഷിയിലേക്ക് മടങ്ങുന്നതാണ് നമുക്ക് മനുഷ്യർക്കും പ്രകൃതിക്കും ഒക്കെ നല്ലതെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ ആർഗ്യൂ ദ മോഡേൺ methods have many limitations. In traditional agricultural practices, indigenous varieties are used. ഗുണമേന്മയുള്ള സങ്കര ഇനങ്ങൾ ധാരാളമുള്ളപ്പോൾ നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതുണ്ടോ? സങ്കര ഇനങ്ങൾ ധാരാളമുള്ളപ്പോൾ നാടൻ ഇനങ്ങൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നാണ്. അടുത്തത് നോക്കൂ, നാറ്റീവ് വെറൈറ്റീസ് ഫോർ ടുമാറോ. നാളേക്ക് വേണം നാട്ടിനങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മുടെ പല കൃഷി ഇനങ്ങളിലും ഇപ്പോൾ കിഴങ്ങു വർഗ്ഗങ്ങളാകട്ടെ, കന്നുകാലി ഇനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ആവട്ടെ, വംശനാശം ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കിഴങ്ങു വർഗ്ഗങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണം കാച്ചിൽ, ചേമ്പ്, കൂവയൊക്കെ നമുക്കതിൽ പറയാം. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വംശനാശം സംഭവിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇനി കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഈ കാണാനേ ചേന അല്ലെങ്കിൽ ചേമ്പ് അല്ലെങ്കിൽ കാച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അറിയാത്തൊരവസ്ഥയിലേക്ക് ചെന്നെത്തും. നോക്കാം, ഇൻഡിജിനിയസ് വെറൈറ്റീസ് ഓഫ് എ locality are varieties that acquire natural immunity by adapting to the climate, the availability of food, soil texture of that place, etc. We had many cattle varieties of high diseases resistance and low cost of management, though they were less productive. We also had crops of diverse taste and minerals. നോക്ക്, ഒരു പ്രദേശത്തെ കാലാവസ്ഥ, ഭക്ഷ്യലഭ്യത, മണ്ണിൻ്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ ആനുകൂല്യങ്ങൾ ആർജിച്ച് പ്രകൃത്യാ പ്രതിരോധശേഷി നേടി നിലനിൽക്കുന്നവയാണ് ആ പ്രദേശത്തെ നാടൻ ഇനങ്ങളെന്ന് പറയുന്നത്. ഉൽപാദനം കുറവാണെങ്കിലും ഉയർന്ന പ്രതിരോധശേഷിയുള്ളവയും പരിചരണ ചെലവ് കുറഞ്ഞതുമായ നാടൻ കന്നുകാലി ഇനങ്ങളും വൈവിധ്യമാർന്ന രുചികളും പോഷകങ്ങളും നൽകുന്ന വിളകളും നമുക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. നമ്മുടെ തനത് സ്വത്തായിരുന്ന ചില കിഴങ്ങ് വർഗ്ഗങ്ങളും ഇന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. അതിനുദാഹരണം എന്താണ്? കാച്ചിൽ, ചേമ്പ്, കൂവ തുടങ്ങിയവ നമ്മുടെ ഭക്ഷണശീലത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോയി. ചെലവ് കുറഞ്ഞതും കൃഷി ചെയ്യാൻ എളുപ്പമായതും പോഷക സമൃദ്ധമായതുമായ ഇത്തരം ഭക്ഷ്യവിളകൾ വംശം മറ്റു പോകുന്നതിലൂടെ വിലമതിക്കാനാകാത്ത സ്വത്താണ് ഇല്ലാതാകുന്നത് എന്ന് നാം തിരിച്ചറിയണം. We must realize that through the extension of these food crops that are rich in എന്തൊക്കെ ന്യൂട്രിയൻസിൻ്റെ കലവറയാണ് ഇതൊക്കെ, and easy to cultivate, we are losing invaluable treasure. അടുത്ത extinction of indigenous varieties cause depletion of our biological wealth. അതായത് നാടൻ ഇനങ്ങൾ വംശമറ്റ് പോകുന്നത് നമ്മുടെ ജൈവ സമ്പത്തിൻ്റെ ശോഷണത്തിന് കാരണമാകുന്നു.
We can develop new high quality varieties only from indigenous varieties that can survive the challenge of adverse climatic conditions. പ്രകൃതിയുടെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്ന തനത് ഇനങ്ങളിൽ നിന്ന് മാത്രമേ ഗുണമേന്മയുള്ള പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനാവൂ. അപ്പോൾ ഇവയൊക്കെ നിലനിന്നാൽ മാത്രമേ നമുക്ക് ഗുണമേന്മയുള്ള പുതിയ ഇനങ്ങൾ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. We must ignore the reality that these valuable resources cannot be regained if lost once. ഈ സമ്പത്ത് ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിച്ചുകൂടാത്തതാണ്. ചില നാടൻ ഇനങ്ങളെ ചുവടെ കൊടുത്തിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Give below are a few indigenous varieties. ചില നാടൻ ഇനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. Expand the table collecting the more information. അതിൽ മാംഗോയുടെ വെറൈറ്റീസ് അതൊക്കെയാണ്. നമ്മളുടെ ചുറ്റുവട്ടത്ത് മാവ്, പല തരത്തിലുള്ള മാങ്ങകൾ കിട്ടുന്ന മാവുകൾ ഉണ്ട് ഇല്ലേ? മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, ചെങ്കൽ വരിക്ക, അങ്ങനെയൊക്കെ പല പേരുകളിലും ഉണ്ട്. അടുത്ത് പ്ലാന്റെയിൻ, വാഴയിൽ വരുന്ന ഏതൊക്കെയാണ്? ഞാലിപ്പൂവൻ, പാളയംകുടൻ, പിന്നെയുണ്ട് വാഴയിലെ വെറൈറ്റീസ്. ഇതൊക്കെ നാടൻ ഇനങ്ങളാണ്. അടുത്ത അനിമൽസിൽ വരുമ്പോഴത്തേക്ക് ഏതൊക്കെ നമുക്ക് ഈ ചെടികളിൽ, പ്ലാന്റ്സിലാണെങ്കിൽ വേറെ എന്തോ പറയാം? ജാക്ക് ഫ്രൂട്ട് പറയാം. ജാക്ക് ഫ്രൂട്ട് എന്താണ്? വരിക്കച്ചക്ക, കൂഴച്ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? അത് നാടൻ ഇനങ്ങളാണ്. ഇനി അനിമൽ വെറൈറ്റീസ് ഏതൊക്കെയാണ്? കൗല് വരുമ്പോഴത്തേക്ക്, പശുവിൽ വരുമ്പോൾ വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ. ഗോട്ടിൽ വരുമ്പോഴത്തേക്ക് മലബാറി, അത്തപ്പാടി, ബ്ലാക്ക്. ഇതൊക്കെ നാടൻ ഇനങ്ങളിൽ പെട്ടതാണ്. ഇനി നിങ്ങൾ കണ്ടുപിടിച്ച് നാടൻ ഇനങ്ങളിൽ പെട്ടത് ഏതൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നമുക്ക് തേനീച്ച ഉണ്ടല്ലോ, അത് എന്തൊക്കെ? പെരുന്തേൻ, ചെറുതേൻ, അങ്ങനെയൊക്കെ ഉള്ളത്, അതും ഒരു നാടൻ ഇനത്തിൽ പെട്ടതാണ്. ഓക്കെ, ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുന്നത് കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.